പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക് മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ, നമ്മുടെ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് തന്നെയാണ്. മരുതൻകുഴി കഴിഞ്ഞിട്ട് കൂട്ടാമ്പള എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു സാറിൻ്റെ വീട്ടിൽ ഒരു അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞു. ഒരു വീട്ടിൻ്റെ പുറകിൽ ഒരു റൂമിൽ ഒരു അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് ആ അതിഥി ആരാണെന്ന് നോക്കാം. അതിന് മുന്നേ എനിക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, ഈ കഴിഞ്ഞ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയ അതിഥികളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് ഇന്ന് നമ്മുടെ മുന്നിലേക്ക് പരിചയപ്പെടാൻ, നമുക്ക് വേണ്ടി നമ്മുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം. ആ സ്ഥലത്തെത്തി ഈ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ വീട്. നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാം. സാറിൻ്റെ ചോദിക്കാം, ഇതെന്താണ്, ആരാണ് അവിടുത്തെ അതിഥി? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പുറകിൽ ഒരു ചെറിയ വർക്ക് ഏരിയ പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അവിടെ മാഡം എന്തോ ഒരു കീസിൽ എന്തോ സാധനം കൊണ്ട് വെക്കാൻ വന്നപ്പോൾ ഒരു അതിഥി ഇങ്ങനെ തലപൊന്തിച്ച് മാഡം വരണ്ട എന്ന് പറഞ്ഞു എന്നാണ് മാഡം പറഞ്ഞത്. എന്നാലും മാഡം അത് വകവച്ചില്ല, അടുത്തുകൊണ്ട് കിറ്റ് കൊണ്ട് വെച്ച് ചിരട്ടയായിരുന്നു. എന്തായാലും നമ്മുടെ ഈ ഒത്തിരി പഴക്കമുള്ള നമ്മുടെ ഈ ഷെഡിനകത്ത് അല്ലെങ്കിൽ ഈ റൂമിനകത്ത് നമ്മുടെ പ്രേക്ഷകരെ പ്രതീക്ഷിച്ചിരിക്കുന്ന അതിഥി ആരാണെന്ന് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നത് മൂർഖനോ രാജവെമ്പാലയോ ഒന്നുമല്ല, ചേരയോ ചുവർപ്പാമ്പോ ആയിരിക്കും. നമുക്ക് നോക്കാം നമ്മുടെ അതിഥി. സാധാരണ വീട്ടിൽ പോകുമ്പോൾ അവരുടെ പണിയൊന്നുമില്ല, ഇവിടെ കുറച്ച് സാധനമേ ഉള്ളൂ. നോക്കാം നമ്മുടെ അതിഥി ആരാണ്. പറഞ്ഞത് കറുപ്പും വെള്ളയെന്നൊക്കെയാണ്, പക്ഷേ കറുപ്പും വെള്ളയൊന്നുമല്ല, തനി മൂർഖൻ. നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് കണ്ട് തളർന്ന അതിഥിയാണ്, കണ്ട് പരിചയപ്പെട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന അതിഥിയാണ്. 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ മൂർഖൻ പാമ്പാണ് ഇദ്ദേഹം, സ്പെക്ടിക്കിൾഡ് കോബ്ര. രണ്ട് വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള സ്പെക്ടിക്കിൾഡ് കോബ്ര തന്നെയാണ്. പക്ഷേ ഫീമെയിലല്ല, മെയിലാണ്. നമുക്ക് തല കണ്ടെല്ലാം കവള് നല്ല വീർത്ത തല, പരന്ന തലയാണ്. 1 മീറ്റർ അടുത്ത് പ്രായം ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹത്തിന് എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി ഒത്തിരി നമ്മുടെ കോബ്രകളൊക്കെ പരിചയപ്പെട്ടു, നമ്മുടെ അതിഥികളെ പരിചയപ്പെട്ടു. പക്ഷേ പരിചയപ്പെടുമ്പോൾ ഒരു കാര്യമുള്ളത്, ഇതിന് അവരെല്ലാവരും ഒരുപോലെ തന്നെ, ഇദ്ദേഹവും അതുപോലെ തന്നെ. വേറെ പ്രത്യേകത ഒന്നും ഇദ്ദേഹത്തിന് കാണുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് മുറിവോ അല്ലെങ്കിൽ മറ്റ് ഡിസൈനോ അല്ലെങ്കിൽ ഒന്നും കാണുന്നില്ല. എല്ലാം ഏകദേശം ഒരുപാട് നമ്മൾ പരിചയപ്പെട്ട അതിഥിയാണ്. നമ്മുടെ കഥകളിൽ നമ്മുടെ മുത്തശ്ശിമാർ പറയുന്ന, പണ്ടൊക്കെ നമ്മുടെ മുത്തശ്ശിമാർ ഇന്നും വിശ്വസിക്കും. കാരണം ഇന്ന് അങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇവ ഇന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കും. കാരണം സർപ്പമായിട്ടും നാഗമായിട്ടും ഒക്കെ നമ്മളൊക്കെ ആരാധിക്കുന്നു. ആ ആരാധന കഥാപാത്രം തന്നെയാണ് ഇവ. അതുപോലെ മറ്റൊരു പ്രത്യേകത, ഇവയുടെ തല ഞാൻ പറഞ്ഞു പരന്ന തലയാണ്, മെയിലാണ്, കുഞ്ഞു കണ്ണാണ്, ചെറിയ കണ്ണ്, വലിയ കണ്ണല്ല. അപ്പോൾ 2 വയസ്സ് കഴിയാൻ പോകുന്നേ ഉള്ളൂ. മിക്കവാറും ഈ ഏപ്രിലൊക്കെ ആകുമ്പോൾ മാത്രമേ ഇദ്ദേഹത്തിന്, ഏപ്രിലൊക്കെ കഴിയുമ്പോഴേ 2 വയസ്സാകുള്ളൂ. അതുപോലെ മൂക്കില്ല എന്ന് നമ്മൾ പറയാറില്ല, നമ്മുടെ പ്രേക്ഷകർ നമ്മൾ മൂക്കില്ല എന്ന് പറയാറില്ല. മൂക്കിൻ്റെ സ്ഥാനത്ത് ഹോളുണ്ട്, മണമെടുക്കാൻ കഴിയില്ല. അതാണ് ഈ കാണുന്ന ഹോള്. നമ്മുടെ എല്ലാ ഭൂമിക്ക് മുകളിൽ എന്തിൻ്റെ കുഞ്ഞുങ്ങൾ ഉൽപ്പാദനമുണ്ട്, എന്ത് മനുഷ്യൻ്റെ മനുഷ്യക്കുഞ്ഞുങ്ങളായിരുന്നാലും നായ്ക്കുഞ്ഞുങ്ങളായിരുന്നാലും പക്ഷിക്കുഞ്ഞുങ്ങളായിരുന്നാലും ഒക്കെ ജനിക്കുമ്പോൾ കണ്ണ് വളരെ ചെറുതായിരിക്കും. പിന്നെ വളരുന്നതിനനുസരിച്ച് 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സ് ഇങ്ങനെ വർഷം കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ കണ്ണിന് വ്യത്യാസം ഉണ്ടെന്ന്, പിരിയത്തിന് വ്യത്യാസം ഉണ്ടെന്ന്. പക്ഷേ പാമ്പുകൾക്കും കണ്ണ് ചെറുതായിരിക്കുന്നു. മറ്റ് പക്ഷികൾക്കൊരു പ്രത്യേകത, പക്ഷിയുടെ കണ്ണ് ജനിക്കുമ്പോഴേ വലിയ കണ്ണ് തന്നെയായിരിക്കും. ആ കണ്ണ് അവർ എത്ര പ്രായം വന്നാലും ആ കണ്ണിന് ആ അകലമേ ഉണ്ടാവും.
പാമ്പുകളുടെ പ്രത്യേകത അതല്ല. പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ചെറിയ കണ്ണ് തന്നെയായിരിക്കും. മറ്റ് ജീവികളുടെയൊക്കെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ചെറിയ കണ്ണ് തന്നെയായിരിക്കും. ആനയുടെ കണ്ണ് വലിയ ആനയുടെ അതേ കണ്ണ് തന്നെയാണ് ചെറിയ ആന കുഞ്ഞുങ്ങൾക്കുള്ളത്. പക്ഷേ പാമ്പുകൾക്കുള്ള പ്രത്യേക ചെറിയ കണ്ണായിരിക്കും. ശൽക്കങ്ങൾ അല്ലെങ്കിൽ ചട്ട പൊഴിച്ച് സ്കിൻ ഷെഡ് ചെയ്യുമ്പോൾ സ്കിൻ ഷെഡ് സൈസ് വെക്കുന്നതിനനുസരിച്ച് വളർച്ചയ്ക്കനുസരിച്ച് കണ്ണിന് അല്പം വിസ്താരം കൂടുകയാണ് ചെയ്യുന്നത് ഉള്ള പരമമായ സത്യം കൂടി നമ്മുടെ പ്രേക്ഷകർ അറിഞ്ഞിരിക്കുക. ഇത് സ്പെക്ടിക്കൽഡ് കോബ്ര എന്നറിയപ്പെടുന്ന, മൂർഖൻ എന്നറിയപ്പെടുന്ന, നാഗം എന്നറിയപ്പെടുന്ന അതിഥി 1 മീറ്ററിൽ കൂടി നീളമുള്ള 2 വയസ്സിനടുത്ത് പ്രായമുള്ള നമ്മുടെ ആരാധന കഥാപാത്രമാണ് ഇദ്ദേഹം. ഇങ്ങനെ പഴയുടെ ഇപ്പോൾ ഇദ്ദേഹത്തിന് എത്ര പൊക്കം താഴെ നിന്ന് എണീക്കാൻ കഴിയുമ്പോൾ അത്രയും പൊക്കം ഇദ്ദേഹം എണീറ്റിട്ടുണ്ട്. 3.5 അടിയോളം നീളമുള്ള അദ്ദേഹത്തിന് ഏകദേശം 1.5 അടിക്ക് മുകളിലേക്ക് ഉയരാൻ കഴിയുന്നുണ്ട്. അതുപോലെ കിങ് കോബ്രയുടെ പ്രത്യേകത 15 അടി നീളമുള്ള കിങ് കോബ്രകൾ 5 അടി ഉയരത്തിൽ എണീറ്റ് അത് നമ്മുടെ ഒരു പരമാവധി ഒരു മനുഷ്യൻ്റെ ഹൈറ്റ് 5-5.5 അതിന് മുകളിലോട്ട് പോകുന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ അതിൽ ഈ 5 അടിയോളം പൊക്കത്തിന് കിങ് കോബ്രകൾക്ക് എണീറ്റ് നിൽക്കാനും നമ്മുടെ നെറ്റിക്ക് നേരെ എണീറ്റ് എയിം ചെയ്യാനും കഴിയും. പക്ഷേ നെറ്റിയിലൊന്നും ബൈറ്റ് ചെയ്ത കിങ് കോബ്ര ബൈറ്റ് നെറ്റിയിലൊന്നും ഏറ്റ ഒരു സംഭവം പോലും ഭൂമിയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്തായാലും നമ്മുടെ അതിഥിയെ, നമ്മുടെ 2 വയസ്സിനടുത്ത് പ്രായമുള്ള സ്പെക്ടിക്കൽഡ് കോബ്ര അഥവാ അതിഥിയെ, ഈ മൂർഖൻ അഥവാ സർപ്പത്തെ അഥവാ നാഗത്തെ ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിലാക്കി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവാം. ഇവരോട് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവാം.